എല്ലാവർക്കും വെൽക്കം സ്ട്രീം ആൻഡ് അതിന് തന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. എൻ്റെ ഇൻബോക്സിൽ ഇന്നലെ MRCയുടെ റിക്രൂട്ട്മെൻറ്റിന് ശേഷം എനിക്ക് ഇൻബോക്സിൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, പർച്ചേസ് എന്ന് പറഞ്ഞ് കളിയാക്കിയതല്ലേ, TV എന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ TV അല്ല അവരുടെ ലാസ്റ്റ് ഗ്യാങ് നോക്കുകയാണെങ്കിൽ അവരുടെ ഡയോസ് ആണ് ലാസ്റ്റ് ഗ്യാങ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താ നീയൊക്കെ എപ്പോഴാണ് റിക്രൂട്ട്മെൻറ്റ് അറിഞ്ഞത്? ഇന്നലെ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തപ്പോഴല്ലേ? അതിന് ഒരു 4-5 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിട്ടാണ് അവർ പോയത്, മനസ്സിലായോ? അപ്പോൾ അമ്മാതിരി മറ്റേ വർത്താനമൊന്നും നീ എൻ്റെ അടുത്ത് ഇറക്കണ്ട. അതൊക്കെ ആരൊക്കെയാണേലും എൻ്റെ അടുത്ത് ഇറക്കണ്ട. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഡിസേർവ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പോൾ TV തന്നെ കളിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ അപ്പുറത്തോട്ട് ഒരു റിഗ്രറ്റ്സും ഇല്ല. ഓൾ ദ വെരി ബെസ്റ്റഡാ നിങ്ങൾക്ക് 3 പേർക്കും. TVക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ് നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ അടുത്ത് എനിക്കങ്ങനെ വേറെ ഇവരുടെ അടുത്ത് ഈ സാധനത്തിനകത്തൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവർ പോയി കളിച്ചോട്ടെ. ഫ്ലഫി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ഞാൻ 3 ദിവസം മുമ്പല്ലേ ഫ്ലഫി ഉണ്ടായിരുന്നത്? 3 ദിവസം മുമ്പ് ഫ്ലഫിയൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ടുമാണ് പോയത്. അതുകൊണ്ട് ഇതൊക്കെ നിനക്കൊക്കെ ആയിരിക്കും കേട്ടപ്പോൾ പുതുമയായിട്ടും മാസമായിട്ടും തോന്നിയത്. എനിക്കങ്ങനെയല്ല. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു MRCയിൽ ജോയിൻ ചെയ്യുവാണെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് ഡൗൺ ടൈമിൽ എൻ്റെ കൂടെ നിന്ന ആൾക്കാരെ എല്ലാവരും ഇപ്പം TVയിൽ കളിക്കുന്നുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ സറൗണ്ടിങ്സിലും ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പപ്പടം, ഫ്ലഫി, ദി ഗോഡ്, ഇവർ 3 പേരും TVക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് സിറ്റിയിലോട്ട് കയറാം. ബ്രോ, ലോക്കൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ബ്രോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് നമ്മുടെ TVക്ക് വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്ന ജോക്കിയെ പോലും സ്ലോട്ടിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കറൻ്റ്ലി ആൾ കൂടിക്കഴിഞ്ഞാൽ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല. അപ്പോൾ ലോക്കിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കറൻ്റ്ലി നിൽക്കുന്നത്. നമുക്ക് ഒട്ടും ആളില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഒട്ടും ആളില്ലെന്ന് പറഞ്ഞാൽ സ്ലോട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മെയിൻ ഒരു പ്രശ്നം. ഈ ഓരോരുത്തരെ ഇതിനകത്തോട്ട് വീണ്ടും കയറ്റുക എന്ന് പറയണത് നമുക്ക് അത്രയ്ക്കും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് എത്തി. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ലൈനപ്പ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഭയങ്കര കൺഫ്യൂഷൻസ് ആയി തുടങ്ങി എനിക്കിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മാമൻ ഇതുവരെ തിരിച്ച് സ്ലോട്ടിലിടാൻ പറ്റിയിട്ടില്ല. നിങ്ങളിങ്ങനെ ആൾക്കാരെ പറയുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇല്ലേ ഗൈസ്? അതാണ് പ്രശ്നം. ഓൾഡ് പ്ലെയർ ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ഗൈസ്, ഓൾഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ? അപ്പോൾ TVക്ക് ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് വന്ന് നിന്ന പിള്ളേരെ എല്ലാവരെയും എടുത്ത് മാറ്റണം എന്നാണോ കറൻ്റ്ലി പറയുന്നത്? അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ബ്രോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അവൻ അത്രയും നാൾ ഇനാക്റ്റീവായിട്ട് വന്നതാണ്. അവൻ ആക്ച്വലി ലിസ്റ്റിലും ലൈനിലും ഒന്നും ഇല്ല, ലൈനപ്പിലും ഒന്നും ഓൾറെഡി ഇല്ലാത്തൊരു പയ്യനാണ്. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഓരോരുത്തരെ മാറ്റിയിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയണത്. അപ്പം അത് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് ഇതാക്കണം. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ കുറച്ചുകൂടെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. TVക്ക് ഒരു സെക്കൻഡ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഇല്ല ബ്രോ, കൊണ്ടുപോകുന്ന സാധനം ബെസ്റ്റായിട്ട് കൊണ്ടുപോകണം. അതാണ് എൻ്റെ ഇത്. ഇനി ഒരു രണ്ടാമത്തെ ഒരു ഗ്യാങ് കൂടെ ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇപ്പോൾ ഉള്ളത് ദ ബെസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മുകളിലോട്ട് ഇനി കൊണ്ടുപോകാൻ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഗൈസ്, തൊപ്പിയുടെ പുതിയ പാട്ട് കേട്ടോ? നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേൾക്കണം കേട്ടോ, നല്ല പാട്ടാണ്, സീരിയസ് ആയിട്ട്. ഇപ്പോൾ ചാറ്റിൽ കുറേ പേര് പറയണ കണ്ടുകൊണ്ട് പറയാം, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ സ്റ്റോറി കണ്ടപ്പോഴാണ് ഞാനത് കയറി കണ്ടത്. നല്ല രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ. തൊപ്പി സോങ്, ഇതാണ് ആ പാട്ട്. നമുക്ക് ലോഡാകുമ്പോഴത്തേക്കിനും അത് കേൾക്കാം. സോ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. പ്ലേ ചെയ്യോ? ഇതാ ഞാൻ പ്ലേ ചെയ്യാം. ആവശ്യമുണ്ടായിട്ട് വെറുതെ ചുമ്മാ നടന്ന് വീടുണ്ടാക്കാൻ നിൽക്കില്ല. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ടർഫിന്റെ ലൈനപ്പ് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ടർഫിന്റെ ലൈനപ്പ്
ടഫ് ലൈനപ്പ് മോബി, ജുഗ്രു, നീല്, ഡെസ്ട്രോ, വില്ലു, നീലൻ, സ്റ്റീവ്, സാവേജ്, സ്നൈപ്പ്, ഇറ്റാച്ചി, ഏബൽ, ഗോഗു, മെസ്ബോയ്, ഗോഗു. സോ തൊപ്പിയെ വെച്ച് വ്യൂസ് ഉണ്ടാക്ക്. നീലുണ്ട് ചിൽ നീലുണ്ട്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ഇല്ലീഗലാണോ? ഇത് പിള്ളേർ ലീഗലായിട്ട് കളിക്കുന്ന ആൾക്കാരല്ലടാ. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ഡെസ്ട്രോ ഉണ്ട് ഗൈസ്, ഞാൻ പറയണം, നിങ്ങൾ കേൾക്കണില്ല. ഇനി നിങ്ങൾ ഓരോരുത്തരെ ഞാൻ വെച്ച് ഇടാൻ പറ്റുമോ? 12 പേര് കളിക്കുന്നതിനകത്ത് ഗൈസ് മോബി, ജുഗ്രു, നീല്, ഡെസ്ട്രോ, വില്ലു, നീലൻ, സ്റ്റീവ്, സാവേജ്, സ്നൈപ്പ്, ഇറ്റാച്ചി, ഏബൽ, ഗോഗു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ പറ്റും? ന്യൂ റിക്രൂട്ട്മെന്റ്സ് കണ്ടില്ലേ? ഇനി അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുക. എടാ ഇത് ഓൾറെഡി ഇഗ്നോർ ചെയ്ത് വിട്ടതല്ലേ ഞാൻ. ഇത് വീണ്ടും നീ എന്തിനാ സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാമറ സൈസ് കുറയ്ക്കാം. കുറയ്ക്കാം. ക്യാമറ സൈസ് കുറയ്ക്കാം. ക്യാമറ ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അത് പറയാനാണെങ്കിൽ ഞാൻ റിപ്ലൈ പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് വിഷമമായി പോകും. അതുകൊണ്ട് പിന്നെ ഇതാകുന്നില്ല. ജസ്റ്റ് ഇമാജിൻ ഒരിടത്ത് കുറച്ച് തീട്ടം കിടക്കുകയാണ്. ആ തീട്ടത്തിന് അതോടെ 4 തുള്ളി പെർഫ്യൂം ഇങ്ങനെ ഇടുവാണ്. സ്റ്റിൽ ആ തീട്ടത്തിന്റെ സ്മെല്ല് മാറുമോ? ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇതൊന്ന് ലോഡാവട്ടെ. ലോഡാവാൻ കുറച്ച് ഇതുണ്ട്. CSK അടിച്ച് തൂക്കുന്നോ? ഞാൻ കണ്ടില്ലടാ. CSK അടിക്കുന്നുണ്ടെന്ന് തോന്നണ്ട. ഇവിടെ ഞാൻ പ്ലേ ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പൊ ടർഫിന്റെ ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കിയിട്ട്. ചില്ലറ കഴയല്ല സിറ്റിയിലെ ചില പട്ടികൾക്ക്. എന്ന് വെച്ചാൽ നമുക്കില്ലാത്ത അസുഖങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു വരുത്തി RPയിലിരുന്ന് സംസാരിക്കും. അപ്പോൾ RPക്കകത്ത് ഇനി എന്തൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. കഴയാനങ്ങ് മാറ്റി കൊടുക്കും ഞാൻ. പെർഫെക്റ്റ് എക്സാമ്പിൾ. ഒരു വിക്കറ്റ് കൂടെ പോയി കേട്ടാ. സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം. 5.4 ഓവേഴ്സ് 62-2 CSK. 160 വലിയ ടാർഗറ്റ് അല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ തോറ്റു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ IPLലെ മിനിമം സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ 200+ആ. 2000 അല്ല 200-ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിലേ ഒരു നോർമൽ കളിയെങ്കിലും കാണാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 200-നൊന്നും താഴോട്ടുള്ള കളികളൊക്കെ കാണാൻ തന്നെ ഒരു രസമില്ല. പിന്നെ ബോളേഴ്സ് പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് ഇരിക്കാവുന്നേ ഉള്ളൂ. കണ്ണാപ്പിയുടെ ലൈവ് നോക്കണം. കണ്ണാപ്പി എവിടെയാണോ ലൈവ്? കിക്കിലാണോ യൂട്യൂബിലാണോ? ഇനി സരക്കിന്റെ കമ്പാക്ക് ഉണ്ടാകുമോ? ഇല്ല, ഇനി ആരും ഉണ്ടാവില്ല ബ്രോ TVയിലോട്ട് തിരിച്ച്. ഇനി ഈ പറയണത് പോലെ വേറെ നമ്മളിപ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്ലോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ല. നമുക്കുള്ള മെമ്പേഴ്സിനെ എനിക്കിനി ഉള്ള മെമ്പേഴ്സിനെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക എന്നുള്ളൊരാണ് എൻ്റെ ടാർഗറ്റ്. അല്ലാതെ ഇനി ആരെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമില്ല. മനസ്സിലായോ? ഇതെന്താ ചന്ദ്ര അവിടെ ഇരുന്ന് എവിടുന്നൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റുമല്ലോ. നോക്കാം. ചന്ദ്ര കാണില്ല. എന്റെ കണ്ടിട്ട് ഞാൻ കാശുകാരനെല്ലാം തോന്നുന്നുണ്ടോ? 1500 രൂപയുള്ളു. മുത്തേ സുഖാണോ മുത്തേ? എന്താ പരിപാടി? എങ്ങനെ മനസ്സിലായി? സിറ്റിയിലിപ്പോ നമ്മളല്ലേ ഫേമസ്. നിങ്ങൾ രാത്രിയിലത്തെ വ്യൂവേഴ്സ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും കണ്ണാപ്പി ചെയ്തിട്ട് ഇറങ്ങി ട്രിഗർ ചെയ്യുമായിരിക്കും. പിന്നെ എങ്ങനെയാണല്ലോ ലാസ്റ്റിൽ അത് കൺവേർട്ട് ആവുന്നത് എങ്ങനെയാണല്ലോടാ. അതുകൊണ്ട് പിന്നെ ഇതാക്കുന്നില്ല. ഇതിന്റെ ഈ മോസ്റ്റ് ഓഫ് ദ ഒരു കാര്യം പറയാം. കുറെ ആൾക്കാർ രാത്രിയിലെ ഫ്രീ ആവുന്നത്. അപ്പൊ അവർ രാത്രിയിലത്തെ സിറ്റുവേഷനുകൾ മാത്രമേ കാണത്തുള്ളൂ. മോസ്റ്റ്ലി അവരൊക്കെ അവരുടെ സ്റ്റാർട്ടിങ് എന്ന് പറയണത് തന്നെ അവിടുന്ന.
പകലെന്താ ഉച്ചയ്ക്ക് എന്താ നടക്കണേന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. മനസ്സിലായ? ഓരോ തന്തയില്ലാത്ത പട്ടികളൊക്കെ ഓരോ ഈ ഈ പറയണത് പോലെ നമുക്ക് ഗെയിമിൽ അടിച്ച് ജയിക്കാൻ പറ്റത്തില്ല അവന്മാർക്ക് ഗെയിമിൽ അടിച്ച് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യുമെന്ന് പറയാമോ? വെളിയിൽ ഇറങ്ങിയിട്ട് ഇരുന്നിട്ട് അവൻ ഈ അസുഖമുണ്ട് മറ്റവൻ അസുഖമുണ്ട് ചിരിക്കണം കുണച്ചവനെ ഇത് ഇങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കണം. മനസ്സിലായ? 2 മണിക്കൂർ 41 മിനിറ്റ് നോക്കട്ടെ 2 മണിക്കൂർ 41 ഇത് ലോഡായില്ല നോക്കട്ടെ. ഇതെന്താടാ ചിരിച്ച സിറ്റുവേഷനാണ് നിന്ന് അറിഞ്ഞത്. മുത്തേ കേറ്, അടിച്ചു തിരികെ ഇറങ്ങണ. പാപ്പ കേറട്ടെ മക്കളെ. മുത്തേലല്ലേടാ, അപ്പൊ കോഞ്ഞു വീഴത്തില്ല ഇടക്കിടക്ക്. വന്നാ മക്കളെ. മുത്തേ എന്തൊക്കെ സൂക്കേടുകളാണ് നോക്കണേ. ചില്ലറയല്ല. മക്കളെ കേക്കാവാ. സിറ്റി കത്തിയോ? ഞാൻ നിക്കുമ്പോ അലം പുറത്താനും പറയല്ലേന്ന്. ഞാൻ എന്നോടല്ലേടാ കണ്ണ. നിങ്ങൾ എവിടെയൊക്കെ ടൈം? നമ്മള് പുതിയൊരു സംരംഭം ഗ്യാങ് കൊടുക്കുന്നുണ്ട്. ഞാനീ എന്നോട് എനിക്ക് മനസ്സിലാവില്ല പാപ്പന് പെരേരെ കൂടെ ബ്രോ. എനിക്ക് ഇത് സിറ്റി ലോഡായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഇവിടെ. അത് അങ്ങനെ 2 വന്നു. സത്യമല്ലേ? എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. മണി ടർഫ് ഡിഫെൻഡിങ് ആണോ? ഇന്ന് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. മണി ടർഫ് ഇന്ന് ഡിഫെൻഡ് ചെയ്യാം അഗെയിൻസ്റ്റ് T47. 24 മിനിറ്റ്. ഇതെന്താ എല്ലാരും ഓരോ ടൈം സ്റ്റാമ്പ് പറയുന്നേ? 24 മിനിറ്റിൽ അവൻ ചത്ത കിടക്കുക. 24 മിനിറ്റിൽ അവൻ ചത്ത് കിടക്കുകയാണ്. ഇവിടെ ഒന്നും ഇല്ല. ഇത് സിറ്റിയില് മറ്റേ തല്ലുള്ളികൾ കുറച്ച് പേര് തോറ്റിട്ടും കിടന്ന് കൊണയടിച്ചുകൊണ്ട് സിറ്റി കൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവന്മാർ ചുമ്മാ കൗണ്ടറായിട്ട് ചെയ്തൊരു RP. അത് അവർ ചെയ്യട്ടെ. വെളിയിലിരുന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. വെറും 24 മിനിറ്റോ? എടാടാ പിന്നെ നോക്കാം. നമുക്ക് പിന്നെ നോക്കാം. ഞാൻ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ടാ വെറുതെ വേണ്ട. ഇത് കണക്റ്റ് ആവില്ല. വാർപ്പ് ഇടണമെന്നോ? ഇടേണ്ട വരുമോ? ഇത് എന്താടാ ഇങ്ങനെ? ഇപ്പം കേരള വിഷയമുള്ള എല്ലാവർക്കും ഇങ്ങനെയാണോ? ഇപ്പൊ സിറ്റി കയറാൻ പറ്റൂലേ? ഹലോ ഓ അതാ അണ്ണാ എന്തുപറ്റി? എന്ത് പറ്റാൻ? എന്തെങ്കിലും VC വരാണെങ്കിൽ എന്തെങ്കിലും പറ്റണോ? ചോദിച്ചോ. ഭയങ്കര ചിരിയൊക്കെ. ഇപ്പൊ ചിരിച്ച സിറ്റുവേഷൻ ആണോ? പണ്ടത്തെ ട്രെൻഡ് തുടങ്ങി വീണ്ടും ആണാ? ഇന്ന് ഞാനെണ്ണ TDM പോയണ്ണ. നീ ഇത് ലൈവ് ഓഫ് ചെയ്താ? ഞാൻ ലൈവ് ഓക്കെ. ഞാൻ ലൈവ് ആണേ. അല്ല, ഞാൻ ഒരു 4 ഇല്ല, ഞാൻ ലൈവ് ഒന്നും അറിയാലോ. ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്റെ ലൈവ് കഴിഞ്ഞിട്ട്. ഞാനെണ്ണ ഇതിപ്പോ കിക്കില് പ്രശ്നം മറ്റില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആണെന്നോ? എന്റെ വൈഫൈ സ്ലോ ഒന്നും അല്ല ബ്രോ. എന്റെ വൈഫൈ സ്ലോ വാർപ്പിട്ട് കഴിഞ്ഞാൽ ഇതാവുമല്ലോ അണ്ണ, കട്ടായി പോത്തില്ല. എന്റെ വൈഫൈയുടെ സ്പീഡ് നോക്ക്. ഡിസ്പ്ലേ ക്യാപ്ചർ 5 MB ഒക്കെ കാണിക്കണല്ലേ? 650 MB/s. ഇതിൽ കൂടുതൽ എന്ത് സ്പീഡ് വേണ്ടെന്ന്? ഈ സ്പീഡിന്റെ ഇഷ്യൂ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു വേറെ എന്തോ പ്രശ്നമാണത്. 1 GB വേണമല്ലോ അണ്ണ. എന്റെ സിറ്റി കയറാനോ? ഓ ഞാനൊക്കെ 1 GB അണ്ണ. അതെ ശരി. 1 GB. അണ്ണാ പിന്നെ ലൈനപ്പ് ഇട്ടില്ലല്ലോ അണ്ണ. എന്റെ പേര് എന്ത് പറ്റി? പറടാ. കേരള വിഷനല്ലേ അണ്ണൻ? അതെ. വാർപ്പിട്ട ലൈവ് ഇട്ടാവൂലേ? വാർപ്പിട്ട എനിക്ക് സ്ട്രീം ഇടാൻ പറ്റൂല. എനിക്ക് അല്ലെങ്കിലും അല്ല കണക്ട് ചെയ്ത പോവൂലേ? ലൈവ് എത്തൂലേ? ഇല്ല എനിക്ക് കണക്ട് ആയല്ലോ. എനിക്ക് ഞങ്ങളൊക്കെ വാർപ്പിട്ട അത് കേറത്തില്ല.
ഇത് കേറത്തില്ല. ലാസ്റ്റ് ഒരു കണക്ടിങ് 1 2 3 വന്നിട്ട് പോകും. കേരളത്തില കണക്ട് അറ്റംപ്റ്റ് വാർപ്പിടാതെ കേരള വിഷന് കേറാനേ പറ്റത്തില്ല. ഫെച്ചിങ് ഇൻഫോ ഫ്രം സെർവർ അറ്റംപ്റ്റ് 2. എടാ എന്താടാ ഇത് ഇങ്ങനെ? ഇത് അപ്പൊ നമ്മുടെ കൂടുതലുള്ള എല്ലാ കേരള വിഷനുള്ള പയ്യന്മാരും ഇപ്പൊ ഇത് എന്റെ പരിപാടിയാ. വാർപ്പിട്ട കേറണേ. അണ്ണാ ഞാൻ പറഞ്ഞുതരാം. വാർപ്പ് ഇടുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു പിള്ളേരടുത്ത് നേരത്തെ പറഞ്ഞ 20 സെക്കൻഡ് എന്തോ ലൈവ് അല്ലടാ വാർപ്പിട്ട് ചെയ്യാൻ പാടില്ലെന്ന്.